സുഹൃത്തുക്കളെ, ഇത് ഞാൻ എൻ്റെ ബൈജൂസ് ലേണിംഗ് ആപ്പ് അതിനെപ്പറ്റി രണ്ട് വാക്ക്. അതായത് ഈ മൈക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മൈക്ക് വെച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ബൈജു പാസ്റ്റ് മാക്സ് ഒന്നാമത് എനിക്കൊന്നും അറിയില്ല, പേഴ്സണൽ അസറ്റായിട്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഫോൺ. അപ്പോൾ ഞാൻ ആ ബൈജൂസിൽ എൻ്റെ ഒരു ഇത് കണ്ടു. എൻ്റെ വീട്ടുകാർക്കറിയാം ടാബ് കൊണ്ടോ ബൈജൂസിനോടോ ഒരു ഗുണം ഉണ്ടാവില്ല, ഞാൻ പഠിക്കില്ല. ഓർക്കണം, എനിക്ക് ബൈജൂസിൻ്റെ സെയിൽസ് ഗേൾസിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയായിരുന്നു ഇത് വിൽക്കാൻ, എന്നെ തന്നെ വിൽക്കാൻ. മാത്സ് വിറ്റു ഞാൻ അങ്ങോട്ട്, കാരണം മാത്സിൽ പാസ്സാവില്ലായിരുന്നു എൻ്റെ വീട്ടുകാരുടെ മീൻസ് സത്യമായിരുന്നു. ബൈജൂസ് ടാബ് വീട്ടിൽ വന്നു, റിസൾട്ടൊക്കെ വന്നു, ഞാൻ മാത്സിൽ പാസ്സായി. മാത്സിൽ ജസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോകണു. എന്നിട്ട് നമ്മൾ ഗുരുവായൂർ പോയി. അപ്പോൾ അച്ഛനുണ്ട്, ഗുരുവായൂർ പോയിട്ട് ശൈന പ്രദർശനം ചെയ്യണം. പെട്ടെന്ന് ഒരു ശൈന പ്രദർശനം ചെയ്യാൻ എന്തുകൊണ്ട് തോന്നി? അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ മാത്സിൽ പാസ്സായി, ജസ്റ്റ് പാസ്സായിട്ട്. ഞാനൊക്കെ ടോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ബൈജൂസ് വാങ്ങിച്ചിരുന്നത്. പക്ഷെ അച്ഛൻ അത് ആദ്യം കണ്ടിട്ട് അച്ഛൻ എന്ത് ചെയ്തു? ബൈജൂസോ രക്ഷിക്കില്ല എന്നെ, അപ്പോൾ എന്നാൽ ഭഗവാനെങ്കിലും രക്ഷിക്കട്ടെ. അച്ഛൻ ഒരു ശൈന പ്രദർശനം ബുക്ക് ചെയ്തു. എൻ്റെ മോള് പാസ്സാവണേ മാത്സിൽ പാസ്സാവുന്നുണ്ട്. അച്ഛൻ അങ്ങനെ ശൈന പ്രദർശനം ചെയ്തു. അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം കേട്ടു. അത് ബൈജൂസ് വാങ്ങിച്ചു തന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അങ്ങനെ 10 ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് കേൾക്കാറുണ്ട്, ഒരു ബൈജൂസ് വാങ്ങിച്ചിരുന്നു ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പോൾ മൈക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ കാരണം എനിക്കൊരു ചെറിയൊരു ഭയം. കാരണം ഈ മൈക്ക് വാങ്ങിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെയും പേരുദോഷം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. ഞാനിപ്പോൾ മൈക്ക് ഇങ്ങനെ കണ്ടോ ഉപയോഗിച്ചു, അപ്പം എനിക്ക് കുറച്ച് സന്തോഷം കിട്ടി. അത്രയേ ഉള്ളൂ.